എന്നടാ പണി വെച്ചിരിക്കറേ, എന്ത് മയിലാടാ ഇത്. കാരണം ജോക്കർ 1-ൽ നിന്ന് ജോക്കർ 2-ലേക്ക് പോകുമ്പോഴത്തേക്കും സെയിം ഡയറക്ടർ, സെയിം ആക്ടർ, അതായത് ടോഡ് ഫിലിപ്സ്, വക്കീൻ ഫിനിക്സ് ഇവരൊക്കെ തിരിച്ചു വരുന്നു എന്നുള്ളൊരു കാര്യം കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ആസ് ഒരു ഫാൻ നമ്മൾ അത്യാവശ്യം നമ്മൾ ആക്ച്വലി ഊഹിച്ചു പോകും ഇതൊരു നല്ലൊരു സിനിമയാകാൻ സാധ്യതയുണ്ടെന്ന്. കാരണം ആദ്യത്തെ ഫിലിം നമ്മൾ ആരും പ്രതീക്ഷിക്കാതിരുന്നതിനിട്ട് ആ ഒരു സിനിമ 1 ഹിറ്റായത് തന്നെയായിരുന്നു. ആൻഡ് ഇത് എല്ലാവരും പ്രതീക്ഷിച്ചത് കൊണ്ട് ഈ ഒരു സിനിമ 1 ഫ്ലോപ്പാണ്. അത്രേ എനിക്ക് ഒറ്റ വാക്കി നിങ്ങളോട് എനിക്ക് പറയാനുള്ളൂ. സോ നിങ്ങൾ ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണണോ, സിനിമ എങ്ങനെയുണ്ട്, നല്ലതാണോ ചീത്തയാണോ എന്നുള്ള നിങ്ങളുടെ ക്വസ്റ്റിൻ്റെ ഒരേ ഒരു ആൻസർ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ആദ്യത്തെ സിനിമ പ്രതീക്ഷിച്ച് ഒരിക്കലും ഈ ഒരു സിനിമ കാണാൻ പോകരുത്. കാരണം എന്നോട് ചോദിക്കണേ, എൻ്റെ അഭിപ്രായം ഈ സിനിമ 1 പരാജയമാണ്. ആൻഡ് ആദ്യത്തെ സിനിമയുടെ സീക്വൽ എന്നുള്ള രീതിയിൽ പോലും നമുക്കിത് കൺസിഡർ പോലും ചെയ്യാൻ പറ്റില്ല. കാരണം ആദ്യത്തെ സിനിമയുടെ അയലക്കത്ത് പോലും ഈ ഒരു സിനിമയ്ക്ക് എന്താണെങ്കിലും വരാൻ സാധിക്കില്ല. ഇത് തികച്ചും വാർണർ ബ്രോസും DC-യും കൂടിയിട്ട് ആദ്യത്തെ സിനിമ ഇത്രയും സക്സസ് ആയതിൻ്റെ പേര് എങ്ങനെയെങ്കിലും കുറച്ചും കൂടി കൂടുതൽ കാശ് ഉണ്ടാക്കാം എന്നുള്ള ഒരേ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം എടുത്തിട്ടുള്ള ഒരേ ഒരു സിനിമ തന്നെയാണ് ജോക്കർ 2. ഞാൻ ഭയങ്കര വലിയൊരു ബാറ്റ്മാൻ ഫാൻ തന്നെയാണ്. സോ ജോക്കർ എൻ്റെ ഒരു ഫേവറേറ്റ് വില്ലൻ കൂടി തന്നെയാണ്. നമുക്കിപ്പോഴും ഹീത്ത് ലെഡ്ജറിൻ്റെ ജോക്കറിനെ നമുക്ക് ഒരിക്കലും മറക്കാൻ പോലും പറ്റാത്തത് തന്നെയാണ്. കാരണം പുള്ളിക്കാരൻ അത്രയ്ക്ക് വലിയ ലെജൻഡറി ആയിട്ടുള്ളൊരു ആക്ടർ തന്നെയാണ്. ആൻഡ് അതിനുശേഷം നമുക്ക് നല്ലൊരു ജോക്കറിനെ കിട്ടിയത് അത് വക്കീൻ ഫിനിക്സിൻ്റെ ഭാഗത്തുനിന്ന് മാത്രമാണ്. പക്ഷേ ഇങ്ങനെ ഒരു സിനിമ കൊണ്ട് അത് തുലയ്ക്കേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു. സോ ഇതാണ് എൻ്റെ ഒരു ഷോർട്ട് റിവ്യൂ. നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് നമ്മുടെ ഫുൾ ഫ്ലെഡ്ജ് റിവ്യൂയിലേക്ക് നമുക്ക് കിടക്കാം. എല്ലാ കൂട്ടുകാർക്കും വെക്സ് എൻ്റർടൈൻമെൻറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ പേര് ഹരികൃഷ്ണൻ. അപ്പോൾ നമുക്ക് തുടങ്ങിക്കാം. ജോക്കർ ഫുളിയ ഡു. ഈ പടത്തിൻ്റെ പേര് പോലും മര്യാദയ്ക്ക് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുന്നില്ല. അത് ചിലപ്പോൾ എൻ്റെ കുറ്റം ആയിരിക്കും, കാരണം എനിക്ക് പ്രൊനൗൺസ് ചെയ്യാൻ അറിയാത്തത് കൊണ്ടായിരിക്കും. പക്ഷെ ബാക്കിയുള്ള എല്ലാ ദുരന്തങ്ങളും നമുക്ക് ഈ ഒരു സിനിമയ്ക്കകത്ത് കാണാൻ കഴിഞ്ഞിട്ടുള്ള അത് വാർണർ ബ്രോസിൻ്റെ എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് കുറേ കാശ് ഉണ്ടാക്കണം, പണത്തിനോടുള്ള ആർത്തിയാണ് നമുക്ക് ജോക്കർ 2-ൽ നമുക്ക് കാണാൻ കഴിഞ്ഞേക്കണം. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പേരിടായിരുന്നു, ജോക്കർ 2 ദ ക്യാഷ് ഗ്രാബ്. അത് കുറച്ചും കൂടി ആപ്റ്റ് ആയിട്ടുള്ളൊരു പേരായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. സോ റിവ്യൂയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് നേരെ ഡാർക്ക് നൈറ്റ് ഫിലിമിലേക്ക് നമുക്ക് പോകാം. ക്രിസ്റ്റഫർ നോളൻ്റെ ലെജൻഡറി സിനിമ. അതിനകത്ത് ഹീത്ത് ലെഡ്ജർ ആയിരുന്നു നമ്മുടെ ജോക്കർ. അതിനകത്ത് ഹീത്ത് ലെഡ്ജർ പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, ഡു യു നോ ഹൗ ഐ ഗോട്ട് ദിസ് സ്കാർസ്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സിനിമ കാണാവുന്ന തന്നെയാണ്. കാരണം ഈ ഒരു സിനിമയ്ക്കകത്താണ് നമുക്ക് ശരിക്കും ജോക്കർ എങ്ങനെ സ്കാർസ് കിട്ടി എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് ആദ്യത്തെ ജോക്കർ സിനിമയിലേക്ക് നമ്മൾ നോക്കിയാൽ അത് സത്യം പറഞ്ഞാൽ ഈ ഒരു ക്യാരക്ടർ സ്റ്റഡിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ജോക്കർ എന്ന് പറഞ്ഞാൽ ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഡിഫറെൻറ്റ് അപ്രോച്ച് ആയിരുന്നു നമുക്ക് ടോഡ് ഫിലിപ്സിൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് തന്നെ. ആൻഡ് ഈ ഒരു സിനിമ അതിൻ്റെ ഒരു സീക്വൽ ആകാനാണ് ഇതിനകത്ത് അവർ ശ്രമിച്ചിട്ടുള്ളത്. ശ്രമമൊക്കെ എപ്പോഴും നല്ലത് തന്നെയാണ്, പക്ഷേ ഇങ്ങനെ ആകരുത് ശ്രമം എന്നുള്ളൊരു കാര്യം മാത്രമാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ആ ഒരു സിനിമയുടെ സീക്വലാകാൻ ശ്രമിച്ചു, പക്ഷെ എന്നാലും ഇത് സത്യം പറഞ്ഞാൽ മറ്റൊരു ഡിസ്നി സിനിമ പോലെ അവർ ചെയ്യാനും പിന്നെ ഉദ്ദേശിച്ചു. അതിൻ്റെയൊക്കെ ആവശ്യം എന്തായിരുന്നു എന്നുള്ള ഒരേ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഒരു സിനിമയുടെ പ്ലോട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓദർ ഫ്ലെക്ക് ഇപ്പോൾ കറൻ്റ് അർക്കം അസൈലത്തിലാണ്. ആൻഡ് അവിടെ വെച്ച് തന്നെയാണ് ലേഡി ഗാഗയുടെ ഈ ഒരു പൊട്ടൻഷ്യൽ ടു ബി ഹാർലി ക്വിൻ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിനെ മീറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ അവരുടെ ഒരു ജേണിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ ആദ്യം ഒരു കാര്യം ഞാൻ പറയാം, ഇത് സത്യം പറഞ്ഞാൽ ജോക്കറിനെ അല്ല അവർ ഈ ഒരു സിനിമയെ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്, ലേഡി ഗാഗയാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. സോ ജോക്കർ ഒരു സൈഡ് ക്യാരക്ടർ എന്നുള്ള രീതിയിൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഇത് ജോക്കർ 2 എന്നുള്ള പേരിനേക്കാളും ഉപരി ഇവർക്ക് വേണമെങ്കിൽ ഹാർലി ക്വിൻ എന്നുള്ള ഒരു പേര് അവർക്ക് ഈ ഒരു സിനിമ ഇറക്കായിരുന്നു എന്നും കൂടി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ അവർ ഈ ഒരു സിനിമ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് കുറച്ചും കൂടി ഇറ്റ് മേക്ക് സെൻസ് എന്ന് പറയാൻ എനിക്ക് സാധിക്കുമായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. പക്ഷേ ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ജോക്കറിൻ്റെ ആദ്യത്തെ സിനിമയുടെ സീക്വൽ ആകാൻ അവരിത് ശ്രമിച്ചിട്ടുണ്ട്. 2 ഇതൊരു മ്യൂസിക്കൽ സിനിമയാക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. 3 ഇതൊരു കോർട്ട് റൂം ഡ്രാമയാക്കാനും അവർ ശ്രമിച്ചിട്ടുണ്ട്. സോ ഈ 3 സാധനങ്ങളും കൂടി വന്നപ്പോഴത്തേക്കും സിനിമ മൊത്തത്തോടെ ഒരു അവിയൽ പരുവമായിപ്പോയി. കാരണം ഒരിടത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ കുറേ കോർട്ട് റൂമിൽ വെച്ച് സംഭവിക്കുന്ന കുറേ ഡ്രാമ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ കുറേയധികം ആവശ്യമില്ലാതെ കുറേ മ്യൂസിക്കൽ നമ്പേഴ്സിനകത്ത് കാണിക്കുന്നുണ്ട്. ചിലത് കൊള്ളാം, പക്ഷെ എന്നാലും അത് സത്യം പറഞ്ഞാൽ ഈ ഒരു സിനിമയ്ക്കകത്തുള്ള
സിനിമയിൽ ഒരു പ്രാധാന്യമില്ലാത്തൊരു കാര്യമായിട്ടാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ചില രീതിയിൽ ജോക്കർ 2ന്റെ സീക്വൽ ആകാനും ഈ ഒരു സിനിമ ശ്രമിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒരു മാഷപ്പ് ആണ് ജോക്കറിന്റെ ഈ ഒരു രണ്ടാമത്തെ പാർട്ട്. സോ ഇനി നേരെ നമുക്ക് വക്കീൻ ഫിനിക്സിനെ കുറിച്ച് തന്നെ നമുക്ക് സംസാരിക്കാം. എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടം തോന്നി. പുള്ളിക്കാരന്റെ ആ ഒരു ലെഗസി പുള്ളിക്കാരൻ തന്നെ ഡിസ്ട്രോയ് ചെയ്യുന്നത് പോലെ തന്നെയാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയത്. വീണ്ടും നമുക്ക് ഡാർക്ക് നൈറ്റിനെ കോട്ട് ചെയ്യാവുന്നത് തന്നെയാണ്. യു എയ്തർ ലീവ് ആസ് എ ഹീറോ ഓർ യു ലീവ് ലോങ് ഇനഫ് ടു സീ യു ബിക്കം യുവർ സെൽഫ് ആസ് എ വില്ലൻ. ഒബ്വിയസ്ലി ഇത് വില്ലനാണ്, പക്ഷെ ഹീറോ ആക്കാൻ അവർ ശ്രമിച്ചാണ്. അതെന്തെങ്കിലും തേങ്ങ ആയിക്കോട്ടെ. പക്ഷേ വക്കീൻ ഫിനിക്സ് ആദ്യത്തെ സിനിമയിൽ നമ്മളെ കാഴ്ചവെച്ച് തന്നേക്കുന്ന ആ ഒരു സൂപ്പർ പെർഫോമൻസിൽ നിന്ന് നമ്മൾ ഇതിലേക്ക് നോക്കിയാൽ പുള്ളിക്കാരന് ഷൈൻ ചെയ്യാൻ പോലും ഒരു അവസരം കൊടുത്തിട്ടില്ല. പുള്ളിക്കാരന് അക്കാഡമി അവാർഡ് വരെ കിട്ടിയിട്ടുള്ളത് തന്നെയായിരുന്നു. പക്ഷെ എങ്ങനെ ഈ ഒരു സിനിമ കൊണ്ട് അത് തൊലച്ചു എന്നുള്ള ഒരേ ഒരു ചോദ്യം മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പുള്ളിക്കാരൻ കുഴപ്പമില്ല, പക്ഷേ ഈ ഒരു സിനിമയ്ക്കകത്ത് ഇങ്ങനെ ഒരു സിനിമയല്ലായിരുന്നു ഈ ഒരു ക്യാരക്ടറിന് വേണ്ടിയിരുന്നത്. സെയിം നമ്മൾ ലേഡി ഗാഗയെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളിക്കാരിയുടെ പെർഫോമൻസ് നല്ലത് തന്നെയാണ്. പക്ഷേ സിനിമയുടെ പ്ലോട്ടും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ അതിന് സത്യമായി ഒരു റെലവൻസ് ഉള്ളതായിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയില്ല. അതായത് ഇത്രയേ ഉള്ളൂ, ആദ്യത്തെ സിനിമ ഹിറ്റായി, അപ്പോൾ ഇവർക്ക് എന്താണെങ്കിലും ആദ്യത്തെ സിനിമ അത്രയും കളക്ഷനൊക്കെ നേടിക്കുമ്പോഴത്തേക്ക് അവർക്ക് എന്താണെങ്കിലും അതിൻ്റെ സീക്വൽ ഇറക്കിയേ പറ്റുള്ളൂ. സോ അതിന് വേണ്ടി മാത്രം ഇറക്കിയ ഒരു സിനിമ തന്നെയാണ്. ടോഡ് ഫിലിപ്സിൻ്റെ ഡയറക്ഷൻ നമ്മൾ ആദ്യത്തെ സിനിമയിൽ കണ്ടിട്ടുള്ളത് തന്നെയായിരുന്നു. എത്ര കിടിലനായിട്ടുള്ളൊരു ഡയറക്ടറാണ് പുള്ളിക്കാരൻ. ഈ ഒരു സിനിമയും കുറെ പേ ചെക്ക് കിട്ടിയത് കൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് ചെയ്തതുപോലെ എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നി അത് ഭയങ്കര വലിയ നിരാശകരമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഈ ഒരു സിനിമയ്ക്കകത്ത് എന്തെങ്കിലും ഒരു കുറച്ച് നല്ല കാര്യങ്ങൾ അവർ ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ സാധിക്കുന്നത് സിനിമയുടെ സിനിമോട്ടോഗ്രാഫി, സെറ്റ് ഡിസൈൻസ്, കോസ്റ്റ്യൂം അതൊക്കെ അവർക്ക് നന്നായിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് അപ്പോൾ ഒരു കാര്യമുണ്ട് അവിടെ. അതായത് ഇപ്പോൾ നമ്മളൊരു വീഡിയോ ഗെയിം, ആ വീഡിയോ ഗെയിമിന് കുറേ കിഡിലും ഗ്രാഫിക്സ് ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ അതിൻ്റെ സ്റ്റോറിയും ഗെയിം പ്ലേയും ഒരു വരയ്ക്കും കൊല്ലൂല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവും? കുറേ ഗ്രാഫിക്സ് കൊണ്ട് നമുക്കൊന്നും ആവില്ലല്ലോ. ഇതേ സെയിം കാര്യം തന്നെയാണ് ജോക്കർ സിനിമയിലും സംഭവിച്ചിട്ടുള്ളത് തന്നെ. സോ ഓവറോൾ ഞാൻ ഇത്രയാണ് നിങ്ങളോട് ഓരോരുത്തരോടും പറയുള്ളൂ. ഇങ്ങനെ ഒരു സീക്വൽ ആയിരുന്നു നമുക്ക് അവർ തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു സിനിമയ്ക്ക് സീക്വലിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഞാൻ ഇപ്പോഴും കൺസിഡർ ചെയ്യുന്നത് ജോക്കർ എന്ന് പറഞ്ഞിട്ടുള്ള വക്കീൻ ഫിനിക്സിൻ്റെ ആദ്യത്തെ സിനിമ അതൊരു സ്റ്റാൻഡ് അലോൺ സിനിമ തന്നെയാണ്. അതിൻ്റെ ലെഗസി ഈ ഒരു സിനിമ വെറുതെ നശിപ്പിച്ച് കൊളം തോണ്ടി. അതിൻ്റെ ഒരു ആവശ്യവും ഇല്ലായിരുന്നു. ഞാൻ സത്യത്തിൽ തിയേറ്ററിൽ ഇരുന്നപ്പോഴത്തേക്കും ഇതിനകത്ത് ഹാർലി ക്വിൻ കാണിക്കുന്ന പോലെ ഈ ഒരു ഒറ്റൊരു ഇതും ഐ റോളിങ്ങും മാത്രമായിരുന്നു എനിക്ക് പല സീൻസിനകത്തും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് തന്നെ. നമ്മുടെ ഈ ഒരു സിനിമയുടെ ഫൈനൽ റേറ്റിംഗിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും ഒരു ചെറിയൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റി നമുക്ക് വലുതാക്കണമെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് സാധിക്കുള്ളൂ. സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഒന്ന് പരിഗണിക്കുക. ഇപ്പോഴും പല ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. നിങ്ങൾ ഓരോരുത്തരും സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതേപോലത്തെ വീഡിയോസ് നമുക്ക് ഇനിയും നമുക്ക് ചെയ്യാനൊക്കെ സാധിക്കുകയുള്ളൂ. സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്ന് പരിഗണിക്കുക. നമ്മുടെ കമ്മ്യൂണിറ്റി സ്ട്രോങ് ആക്കി, എന്നാൽ മാത്രമേ നമുക്ക് 100K ഗോളിൽ നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. സോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി എൻ്റെ ഈ സിനിമയുടെ ഫൈനൽ റേറ്റിംഗ് എത്രയെന്ന് വെച്ചാൽ ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ഫക്കിംഗ് 4 out of 10. 4 അല്ല, ഞാൻ സത്യം പറഞ്ഞാൽ 3 കൊടുക്കേണ്ടിയിരുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ വക്കീൻ ഫിനിക്സ് ആക്ടിങ് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ആദ്യത്തെ സിനിമ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിനകത്തും അതും ദുരന്തം തന്നെയാണ്. പക്ഷെ എന്നാലും ഭയങ്കര വലിയ നിരാശയായിരുന്നു ഈ സിനിമ കണ്ടുകഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. സോ ഇത് എൻ്റെ അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സ് അതിനാണുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാനായിട്ട് യോജിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്ന തന്നെയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാവുന്ന തന്നെയാണ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാവുന്ന തന്നെയാണ്. സോ ഇനി ഈ ഒരു സിനിമയുടെ ഒരു സീക്വൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അത് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്ന തന്നെയാണ്. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ്. സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം. സീ യു ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്.